ശാന്തി. 25/10/69 അവ്യക്ത ബാബ്ദാദ. മാലാക്ക മണക്ക ബന്നെ കേലിയെ വിജയി ബനു. മാലയിലെ മണിയാകുന്നതിന് വേണ്ടി വിജയിയാവും. बाप दादा जब बच्चों को देखते हैं तो मुख्य बात क्या देखते हैं? ബാപ് ദാദ എപ്പോഴാണോ കുട്ടികളെ കാണുന്നത് അപ്പോൾ മുഖ്യമായിട്ട് ഏതൊരു കാര്യമാണ് നോക്കുന്നത്? ആജ് യഹി ദേഖ്നെ ആയേ ഹേ കി ഹരേക് രത്തൻ അപ്പനെ മേ ക്യാ ക്യാ പരിവർത്തൻ ലായാ ഹെ. ഇന്ന് ഇത് നോക്കുന്നതിനാണ് അഥവാ കാണുന്നതിനാണ് ബാബ വന്നത്. ഓരോ രത്നവും അവരവരിൽ എന്തെല്ലാം പരിവർത്തനങ്ങളാണ് കൊണ്ടുവന്നത്. തോ ആജ് പരിവർത്തൻ ദേഖ്നെ ലിയേ ആയേ. ഇന്ന് പരിവർത്തനം കാണുന്നതിന് വേണ്ടിയാണ് വന്നത്. ബാപ് ദാദ പ്രത്യേകിച്ചും ഇന്ന് കുട്ടികളെ കാണുന്നതിന് വേണ്ടി വന്നത് ഓരോരുത്തരും അവരവരിൽ എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം പരിവർത്തനം കൊണ്ടുവന്നു എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയാണ്. കാരണം പരിവർത്തനപ്പെടുന്നതിന് വേണ്ടിയുള്ള യുഗമാണിത്. പരിവർത്തനത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരിലും എത്രമാത്രം മാറ്റങ്ങൾ എല്ലാ രീതിയിലും വന്നിട്ടുണ്ട് എന്ന് നോക്കാനാണ് ബാബ ഇന്ന് പ്രത്യേകിച്ചും വന്നിട്ടുള്ളത്. ഹരേക്കിനെ യഥാശക്തി പരിവർത്തൻ തോ ലായാ ഹി ഹെ. ഓരോരുത്തരും യഥാശക്തി പരിവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. ലേക്കിൻ ബാപ് ദാദ കോൻസാ പരിവർത്തൻ ദേഖ്നെ ചാഹത്തെ ഹെ. എന്നാൽ ബാപ് ദാദ ഏതൊരു പരിവർത്തനമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഉസ്കോ ഭി ജാൻതേ ഹോ ന. അതും അറിയാമല്ലോ. നമ്മൾ എന്ത് പരിവർത്തനമാണ് ബാബ ആഗ്രഹിക്കുന്നത് അത് നമുക്കറിയാമല്ലോ എന്ന് ബാബ ചോദിക്കുകയാണ്. ബാപ് ദാദ പരിവർത്തൻ കെ സാത്ത് പരിപക്വത ഭി ദേഖ്നെ ചാഹത്തെ ഹെ. ബാപ് ദാദ പരിവർത്തനത്തോടൊപ്പം പരിപക്വതയും കാണാൻ ആഗ്രഹിക്കുന്നു. പരിവർത്തൻ തോ ദേഖ ലേക്കിൻ പരിവർത്തൻ കെ സാത്ത് അപ്പനെ മേ പരിപക്വത ഭി ലായി. പരിവർത്തനം കാണുന്നുണ്ട്, എന്നാൽ പരിവർത്തനത്തോടൊപ്പം തന്നിൽ പരിപക്വതയും കൊണ്ടുവന്നു. ബാപ് കോ അവിനാശി സത്യ ബോൾത്തേ ഹോ ന. അപ്പം ബാബയെ അറിയപ്പെടുന്നത് അവിനാശി സത്യം എന്നാണല്ലോ. അങ്ങനെ ഒരിക്കലും നശിക്കാത്ത സത്യമാണ് ബാബ. അങ്ങനെയാണല്ലോ ഭഗവാനെ അറിയപ്പെടുന്നത്. तो ऐसे ही बाप के साथ അവിനാശി പരിവർത്തൻ ലായ ഹെ. അപ്പം അതേപോലെ ബാബയോടൊപ്പം അവിനാശി പരിവർത്തനം കുട്ടികൾ തന്നിൽ കൊണ്ടുവന്നു എന്ന് ചോദിക്കുകയാണ്. ജോ ഖജാന മിൽത്ത ഹെ വഹു ഭി അവിനാശി ഹെ. ജോ പ്രാലബ്ധ് മിൽത്തി ഹെ വഹു ഭി അവിനാശി ഹെ. ഏത് ഖജനാവാണോ കിട്ടുന്നത് അതും അവിനാശിയാണ്. ഏതൊരു പ്രാലബ്ധമാണോ ബാബയിൽ നിന്ന് കിട്ടുന്നത് അതും അവിനാശിയാണ്. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ബാബ അവിനാശി ആയതുകൊണ്ട് ബാബയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ടോ അതെല്ലാം അവിനാശിയാണ്. ഖജനാവ് അവിനാശിയാണ്. ആ ഖജനാവ് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന പ്രാലബ്ധം അഥവാ പ്രാപ്തി അതും അവിനാശിയാണ്. तो പരിവർത്തൻ ഭി അവിനാശിയിലായ ഹെ. അപ്പോൾ പരിവർത്തനവും അവിനാശിയായിട്ടാണോ തന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്? വ സോച്ചത്തെ ഹോ कि जाने के बाद मालूम पड़ेगा न मालूम कौन सी परिस्थितियाँ आए न मालूम परिपक्व रह सके व नहीं. അതോ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുകയാണോ, ഇവിടെ നിന്ന് പോയതിന് ശേഷം അറിയാൻ പറ്റും ഏത് പരിതസ്ഥിതികളൊക്കെയാണ് വരാൻ പോകുന്നത്,
ആ സമയത്ത് എനിക്ക് പരിപക്വമായിട്ടിരിക്കാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെയാണോ കുട്ടികൾ ചിന്തിക്കുന്നത് എന്ന് ബാബ്ദാദ ചോദിക്കുകയാണ്. അതായത് മധുബനിൽ ബാബ്ദാദയുടെ മുന്നിലിരിക്കുമ്പോൾ പരിതസ്ഥിതികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൻ്റെ സ്ഥിതിയിലും ആ പരിപക്വത ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ തിരികെ അവരവരുടേതായിട്ടുള്ള സേവാസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ലൗകിക വീട്ടിലേക്കോ പോകുമ്പോൾ പരിതസ്ഥിതികൾ പല പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും. അപ്പം ആ സമയത്ത് നമുക്ക് എത്രമാത്രം പരിപക്വത കാണിക്കുവാൻ കഴിയും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ബാബ്ദാദ ചോദിക്കുകയാണ്. വായദാ തോ കർക്കെ ജാത്തെ ഹൈ ലേക്കിൻ കഹാൻ തക് നിഭാ സക്തേ ഹൈ വഹ് ദേഖേംഗെ. പ്രതിജ്ഞ ചെയ്തിട്ടാണ് പോകുന്നത്, എന്നാൽ ആ ചെയ്ത പ്രതിജ്ഞയെ എത്രമാത്രം പാലിക്കാൻ കഴിയും എന്നുള്ളത് നോക്കട്ടെ. ഏക് തോ യഹ് സോച്ചത്തെ ഹൈ ഫിർ ദൂസരെ ഹൈ നിശ്ചയ ബുദ്ധി जिन्हों का बाप के साथ अपने में भी पूरा निश्चय है कि जो परिवर्तन लाया है वह सदा कायम रखेंगे. അതായത് ഒന്ന് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പിന്നെ രണ്ടാമത് നിശ്ചയബുദ്ധി. ആർക്കാണോ ബാബയോടൊപ്പം സ്വയം തന്നിലും പൂർണ്ണ നിശ്ചയമുള്ളത്, അതായത് എന്ത് പരിവർത്തനമാണോ ഞാൻ എന്നിൽ കൊണ്ടുവന്നത് അത് സദാ ഞാൻ നിലനിർത്തും. അപ്പം ബാബ പറയാണ്, ബാബയിൽ എത്രമാത്രം നിശ്ചയബുദ്ധിയുണ്ടോ അത്രയും തന്നെ നിശ്ചയം സ്വയം തന്നിലും വേണം. അതായത് ഞാൻ എത്രമാത്രം പരിവർത്തനം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ അത് സദാ ഞാൻ എന്ത് സാഹചര്യമായിരുന്നാലും പരിതസ്ഥിതി ആയിരുന്നാലും നിലനിർത്തും എന്നുള്ള ഒരു ഉറച്ച നിശ്ചയം സ്വയം തൻ്റെ മേലും വേണം. അവർ ജോ വായദാ കർക്കെ ജാത്തേ ഹേ വഹ് കർക്കെ ദിഖായെങ്കെ. എന്ത് പ്രതിജ്ഞയാണോ ചെയ്തിട്ട് പോകുന്നത് അത് പാലിച്ച് കാണിക്കുക തന്നെ ചെയ്യും. ഈ നിശ്ചയവും സ്വയം തൻ്റെ മേൽ വേണം. വഹ് ഹേ സമ്പൂർണ്ണ നിശ്ചയബുദ്ധി. അങ്ങനെയുള്ളവരാണ് സമ്പൂർണ്ണ നിശ്ചയബുദ്ധി. അതായത് ഒന്ന് ബാബയിൽ നിശ്ചയം, അതുപോലെ തന്നെ സ്വയം തന്നിലും നിശ്ചയം. എന്ത് പരിവർത്തനം ഞാൻ എന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഞാൻ സദാ നിലനിർത്തും. അതേപോലെ തന്നെ എന്തു തന്നെ സാഹചര്യം വന്നിരുന്നാലും ശരി, ചെയ്ത പ്രതിജ്ഞ ബാബയുടെ മുന്നിൽ ചെയ്തത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആരാണോ തന്നിൽ സങ്കല്പം എടുക്കുന്നത് അവരാണ് സമ്പൂർണ്ണ നിശ്ചയബുദ്ധിയുള്ളവർ. അവർ കോയി തോ ബിചാരെ ഹിമ്മത്ത് ധാരൻ കർണേക്ക് കോശിഷ് കർത്തേ. പിന്നെ ചില പാവം കുട്ടികൾ ധൈര്യം ധരിക്കുന്നതിനുള്ള പരിശ്രമമാണ് അവർ ചെയ്യുന്നത്. നോക്കാം, അങ്ങനെ ഒരു ധൈര്യം വെക്കുകയാണ് ഞാൻ, എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതറിയില്ല, എന്നാലും ധൈര്യം വെക്കുന്നതിന് ശ്രമിക്കുന്ന പാവം കുട്ടികളും ഉണ്ട് ബാബയ്ക്ക്. ലേക്കിൻ അബ് തക്ക് അഗർ ഐസേ ഹി കർത്തേ ചലേങ്കെ തോ അന്ത് തക്ക് ഭി ക്യാ കോശിഷ് കർത്തേ രഹേങ്കെ. അപ്പോൾ ഇപ്പോൾ വരെയും ഇങ്ങനെ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ അവസാനം വരെയും എന്ത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമോ? ബാബ ചോദിക്കും, ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പരിവർത്തനം, അപ്പോൾ അവസാന സമയം വരെ ഈ രീതിയിൽ പരിവർത്തനം തന്നിൽ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുമോ, അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണത ജീവിതത്തിൽ വരുമോ എന്ന് ബാബ ചോദിക്കുകയാണ്. ഐസേ പുരുഷാർത്ഥിക്കോ ഝടക്കോ കഹെങ്കെ. അങ്ങനെയുള്ള പുരുഷാർത്ഥികളെ ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, അതായത് ഒരു വെട്ടിൽ തന്നെ ആരാണോ ബലിയർപ്പണം ചെയ്യുന്നത് അതാണ് ദേവിമാരും എല്ലാം സ്വീകരിക്കുന്നത് ഭക്തിയിൽ. അപ്പം അതേപോലെ തന്നെ ആരാണോ ഒറ്റ സങ്കല്പത്തിൽ ദൃഢസങ്കല്പത്തിൽ ബാബയുടേതായി തീരുന്നത് അതുമാത്രമേ ബാബ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ വരട്ടെ എന്ന് പറയുന്നതിനോട് ബാബയ്ക്ക് വലിയ യോജിപ്പില്ല, അല്ലെങ്കിൽ ബാബയ്ക്ക് വലിയ താല്പര്യമില്ല. देवियों पर बलि चढ़ते हैं तो शक्तियाँ व देवियाँ ही बिना झटक को स्वीकार नहीं करती. അപ്പോൾ ദേവിമാരുടെ മേൽ ബലി അർപ്പിക്കുമ്പോൾ അഥവാ ശക്തികളുടെ മേൽ ബലിയർപ്പണം ചെയ്യുന്ന മൃഗങ്ങൾ അതിന് എന്തു തന്നെയായിരുന്നാലും ഒറ്റ വെട്ടിൽ അത് മുറിയുമ്പോഴാണ് ആ ബലി സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ
ഏതാണോ നമ്മൾ ബലിയർപ്പിക്കപ്പെടുന്നത് അത് ഞരങ്ങുകയോ വേദനിക്കുകയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ദേവി അല്ലെങ്കിൽ ശക്തി അതിനെ സ്വീകരിക്കില്ല ആ ബലി എന്നാണ് പറയാറുള്ളത്. अगर ऐसा स्वीकार न किया तो स्वर्ग में ऊंच पद की स्वीकृति नहीं मिलेगी. അഥവാ ഇവിടെ അങ്ങനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ ഉയർന്ന പദവിയുടെ സ്വീകൃതി ഉണ്ടാകുകയില്ല. इसलिए सुनाया था कि जो सोचना है वही कहना है, जो कहना है वही करना है. അതുകൊണ്ടാണ് കേൾപ്പിച്ചത്, എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ പറയണം, അത് തന്നെ ചെയ്യണമെന്ന്. सोचना, कहना, करना तीनों ही एक होना चाहिए. ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും മൂന്നും ഒരേപോലെ ആയിരിക്കണം, ഒന്ന് തന്നെ ആയിരിക്കണം. लेकिन वर्तमान समय कई ऐसे बच्चे हैं जो सोचते बहुत हैं, कहते भी बहुत हैं, लेकिन करने के समय कम रह जाते हैं. എന്നാൽ വർത്തമാന സമയത്ത് പല കുട്ടികളും അങ്ങനെയുണ്ട്. വളരെയധികം ചിന്തിക്കുന്നുണ്ട്, പറയുന്നുകൊണ്ട് വളരെയധികം, എന്നാൽ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ബാബ ഇപ്പോഴുള്ള കുട്ടികളുടെ പുരുഷാർത്ഥത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് ശരിക്കും ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒരേപോലെ ആയിരിക്കണം. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് പല കുട്ടികളും വളരെയധികം ചിന്തിക്കുകയും പറയുകയും ചെയ്യും, പക്ഷേ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ചെയ്ത് കാണുന്നുള്ളൂ എന്ന് ബാബ്ദാദ പറയുകയാണ്. इसलिए कहा था इस भट्टी में पक्का कर जाना, अर्थात पक्का वायदा करके जाना है. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് ഈ ഭട്ടിയിൽ പക്ക ആയിട്ട് വേണം പോകാൻ. അർത്ഥം ശരിക്കുള്ള പ്രതിജ്ഞ ചെയ്തിട്ട് വേണം പോകാൻ, ഒരു പക്വത വരണം, പറയുന്നത് പോലെ പ്രവർത്തിക്കണം. അത് ഈ ഭട്ടിയിൽ കുട്ടികൾ ആയിത്തീരണം എന്നാണ് ബാബ പറയുന്നത്. പഹലെ തോ വായദ കർനെ ലിയെ ഹിമ്മത്ത് ഹേ കി ഹിമ്മത്ത് ധാരൺ കരേങ്കി. അപ്പോൾ ആദ്യം ബാബ ചോദിക്കുകയാണ്, പ്രതിജ്ഞ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ, അതോ ധൈര്യത്തെ ധാരണ ചെയ്യണോ? പ്രതിജ്ഞ തന്നെ ചെയ്യുന്നതിനുള്ള ധൈര്യമില്ല എങ്കിൽ പിന്നെ ആ പ്രതിജ്ഞയെ പാലിക്കുന്ന കാര്യമേ വരുന്നില്ലല്ലോ. അപ്പം പ്രതിജ്ഞ ചെയ്യാൻ തന്നെ ആദ്യമേ ധൈര്യം വേണോ? അത് വീണ്ടെടുക്കുക അല്ലെങ്കിൽ അത് കരസ്ഥമാക്കുന്നതിനുള്ള ഒരു പുരുഷാർത്ഥത്തിലാണോ കുട്ടികൾ എന്ന് ചോദിക്കുകയാണ് ബാബ. ജോ ഹിമ്മത്വാൻ ബച്ചേ ഹേ ഉൻകി നിശാനി ക്യാ ഹേ. ധൈര്യവാന്മാരായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണം എന്താണ്? വഹ് കബി ഹാർ നഹി ഖാത്തെ. അവരൊരിക്കലും തോൽക്കുകയില്ല. ധൈര്യവാന്മാരായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണമാണ് അവരൊരിക്കലും തോൽക്കുകയില്ല. अगर आप भी हिम्मतवान हैं तो जरूर आज से कभी हारेंगे नहीं. അപ്പം നിങ്ങളും ധൈര്യവാന്മാരാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഒരിക്കലും തോൽക്കുകയില്ല. बहुत समय से जो विजयी बनते हैं वही विजयमाला के मणके बनते हैं. വളരെ സമയം കൊണ്ട് ആരാണോ വിജയിയാകുന്നത് അവർ തന്നെയാണ് വിജയമാലയിലെ മണിയാകുന്നത്. अगर विजयमाला में पिरोने चाहते हैं तो विजयी बनने का परिवर्तन लाना पड़ेगा. വിജയമാലയിൽ കോർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയിയാകുന്നതിൻ്റെ പരിവർത്തനം സ്വയം തന്നിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഏത് കുട്ടികളാണോ വളരെ സമയം കൊണ്ട് വിജയിയായിട്ടുള്ളത് അവരാണ് വിജയമാലയിലെ മണിയാകുന്നത്. അതായത് ലാസ്റ്റ് വിജയിയായി എന്ന് വിചാരിച്ച് വിജയമാലയിൽ കോർക്കപ്പെടാൻ കഴിയുകയില്ല. വളരെ സമയത്തെ വിജയിയുടെ സംസ്കാരം ഏത് കുട്ടികൾക്കാണോ ഉള്ളത് അവർക്ക് മാത്രമേ വിജയമാലയിൽ വരാൻ കഴിയുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, അങ്ങനെ വിജയമാലയിലെ മണിയാകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സ്വയം തന്നിൽ പരിവർത്തനം കൊണ്ടുവരേണ്ടി വരും. പരിവർത്തൻ മേ മുഖ്യ മുഖ്യ ബാത്തേൻ ചെക്ക് കന്നി ഹെ. പരിവർത്തനത്തിൽ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ബഹുത് സഹജ് ഹെ, ദോ ശബ്ദ് യാദ് രഖ്ന ഹെ. വളരെ സഹജമാണ്, 2 ശബ്ദം ഓർത്താൽ മാത്രം മതി. ഏക് തോ ആകർഷൺ മൂർത്ത് ബനന ഹെ,
और दूसरा हर्षित मुख. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് തന്നിൽ ചെക്ക് ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും വിജയമാലയിൽ കോർക്കപ്പെടുന്നതിന് വേണ്ടി. അതായത് ഒന്ന്, ആകർഷണമൂർത്തരായി തീരണം. രണ്ടാമത്തേത് ഹർഷിതമുഖരായി തീരണം. ആകർഷൺ കർണേ വാലാ ഹെ റൂഹ്. ആത്മാവാണ് ആകർഷിക്കുന്നത്. रूहानी स्थिति में ही एक दो की ആകർഷൺ कर सकेंगे. ആത്മീയ സ്ഥിതിയിലൂടെ മാത്രമേ പരസ്പരം ആകർഷിക്കാൻ കഴിയുള്ളൂ. ഒരാത്മാവിന് വേറൊരാത്മാവിനെ ആകർഷിക്കാൻ കഴിയും ആത്മീയ സ്ഥിതിയിലൂടെ. अगर यह दोनों बातें अपने में धारण कर ली तो संपूर्ण विजयी है. ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ ധാരണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമ്പൂർണ്ണ വിജയിയാണ്. അതായത് ഒന്ന് ആകർഷണമൂർത്ത്, രണ്ടാമത്തേത് ഹർഷിതമുഖം. ഇത് രണ്ടും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമ്പൂർണ്ണ വിജയിയാണ് എന്ന് ബാബു പറയാണ്. मेजॉरिटी बच्चों में मुख्य कौन सी बात है वह भी आज सुना रहे हैं. മെജോറിറ്റി കുട്ടികളിലും മുഖ്യമായിട്ട് ഏത് കാര്യമാണുള്ളത് അതും ഇന്ന് ബാബ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയബുദ്ധി തോ ഹോ തബ് തോ യഹായേ ഹോ. നിങ്ങൾ നിശ്ചയബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. ബാപ്പ് മേ നിശ്ചയ, ജ്ഞാൻ മേ ഭി നിശ്ചയ, ലേക്കിൻ അപ്പനെ മേ നിശ്ചയ കഹാം കഹാം ഡഗ്മഗാ ദേത്താ ഹൈ. ബാബയിലും നിശ്ചയമുണ്ട്, ജ്ഞാനത്തിലും നിശ്ചയമുണ്ട്. എന്നാൽ തന്നിൽ ഉള്ള നിശ്ചയം ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങിപ്പോകുന്നുണ്ട്, കുലുക്കത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബാബ പറയാണ്, ബാബയിൽ സമ്പൂർണ്ണ നിശ്ചയമുണ്ട്. ബാബ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാവാക്യങ്ങളിൽ, അതായത് ജ്ഞാനത്തിലും സമ്പൂർണ്ണ നിശ്ചയമുണ്ട്. എന്നാൽ സ്വയം തന്നിലുള്ള നിശ്ചയത്തിൽ പലപ്പോഴും ഇളക്കം വരുന്നുണ്ട്, കോട്ടം വരാറുണ്ട്. മുഖ്യ കമി യഹ് ഹെ ജോ കൺട്രോളിംഗ് പവർ നഹി ഹെ. ബാബാണ് മുഖ്യമായിട്ടുള്ള കുറവ് തന്നിൽ നിയന്ത്രണ ശക്തി ഇല്ല എന്നുള്ളതാണ്. യഹിന്ന ഹോനെ കാരൻ സമജ്തേ ഹുയെ സോച്ചത്തെ ഹുയെ അപ്പനെ കോ മഹസൂസ് കർത്തേ ഹുയെ ഭി ഫിർ വഹി ബാത്ത് കർ ലേത്തെ ഹെ. അപ്പം ഇതില്ലാത്തത് കാരണം മനസ്സിലാക്കിക്കൊണ്ടും ചിന്തിച്ചുകൊണ്ടും സ്വയം തന്നെ റിയലൈസ് ചെയ്തുകൊണ്ടും പിന്നെയും അതേ കാര്യം തന്നെ ചെയ്യുകയാണ്. സ്വയം തന്നിൽ നിയന്ത്രണ ശക്തി ഇല്ലാത്തതുകൊണ്ട്, തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും പിന്നെയും അതേ കാര്യം തന്നെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയുകയാണ്. ഇസ്കാ കാരൻ യഹ് ഹൈ. കൺട്രോളിംഗ് പവർക്ക് ആവശ്യകത. അപ്പോൾ നിയന്ത്രണ ശക്തിയാണ് ആവശ്യമായിട്ടുള്ളത്. മനസാമേം വാചാമേം और कर्मणामें भी और साथ साथ लौकिक संबंधियों अथवा देवी परिवार के संबंध में आने में भी कहाँ तक क्या करना है, क्या कहना है, क्या नहीं कहना है और जो नहीं करना है उसको कंट्रोल करना, यह पूरी पावर न होने कारण सफल नहीं होते हो. മനസ്സ വാച കർമ്മണ, അതേപോലെ ലൗകിക സംബന്ധികളിലും ദൈവീ കുടുംബത്തിലും എവിടം വരെ എന്ത് ചെയ്യണം, എന്താണ് പറയേണ്ടത്, എന്ത് പറയരുത്, എന്ത് ചെയ്യരുത്, അത് നിയന്ത്രിക്കണം. ഇതിനുള്ള പൂർണ്ണ ശക്തി ഇല്ലാത്തത് കാരണമാണ് വിജയിക്കാത്തത്. അപ്പം ബാബ പറയുകയാണ്, നമ്മളിൽ നിയന്ത്രണ ശക്തി വളരെ അത്യാവശ്യമാണ്. ഒന്ന് തൻ്റെ മനസ്സിൻ്റെ മേൽ, അടുത്ത് തൻ്റെ ശബ്ദങ്ങളുടെ മേൽ, പിന്നെ കർമ്മത്തിൻ്റെ മേൽ നിയന്ത്രണം വേണം. കൂടാതെ ലൗകിക സംബന്ധികളുടെ അടുത്തായിരുന്നാലും ഈശ്വരീയ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ അടുത്തായിരുന്നാലും ശരി, എവിടം വരെ ചെയ്യണം, എന്താണ് പറയേണ്ടത്, എന്ത് പറയരുത്, അതേപോലെ എന്ത് ചെയ്യരുത്,
അത് ചെയ്യാൻ പാടില്ല. അത്രമാത്രം കൺട്രോളിംഗ് പവർ തന്നിൽ വരണം. അങ്ങനെയുള്ള പവർ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പലയിടങ്ങളിലും വിജയിക്കാത്തത് എന്ന് ബാബ പറയുകയാണ്. तो कंट्रोलिंग पवर की कमी कैसे मिटाएंगे? അപ്പോൾ നിയന്ത്രണ ശക്തിയുടെ ആ കുറവിനെ നമുക്കെങ്ങനെ ഇല്ലാതാക്കാം? कई बार आप गोबों ने देखा होगा, कोई भी चीज़ को कहाँ बहुत ज़ोर से कंट्रोल करना होता है तो कंट्रोल करने लिए भी कई चीज़ों को हल्का छोड़ना पड़ता है. ഇപ്പോൾ ബാബയുടെ അടുത്ത് ഗോപന്മാരുള്ളതുകൊണ്ട്, സഹോദരന്മാരുള്ളതുകൊണ്ട് ബാബ അവരോട് പറയുകയാണ്, ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, ഏതെങ്കിലും ഒരു വസ്തുവിനെ വളരെ നന്നായി കൺട്രോൾ ചെയ്യണമെങ്കിൽ, വളരെ ശക്തമായി കൺട്രോൾ ചെയ്യണമെങ്കിൽ, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പല വസ്തുക്കളെയും ലൂസായി വിടേണ്ടി വരും, അയച്ചു കൊടുക്കേണ്ടി വരും. എന്നാലേ അത് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പതംഗ് കബ് ഉഡായ ഹെ? പട്ടം എപ്പോഴെങ്കിലും പറപ്പിച്ചിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. പതംഗ് കോ കൺട്രോൾ കർനെ और ऊंचा उड़ाने लिए क्या किया जाता है? പട്ടത്തെ കൺട്രോൾ ചെയ്യുന്നതിന് അഥവാ കൂടുതൽ ഉയരത്തിൽ പറപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? യഹുബി ഐസേ, ഇതും അതേപോലെയാണ്. അതായത് പട്ടം പറപ്പിക്കുന്നതിന് അതിൻ്റെ നൂല് നമ്മൾ കഴിയുന്നത്ര ലൂസായിട്ട് വിട്ടിട്ട് പിന്നെ നമ്മൾ പിടിക്കുമ്പോഴേ അത് ഏറ്റവും മുകളിലേക്ക് ഉയരുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ബാബയും ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് തൻ്റെ ബുദ്ധിയെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. अपनी बुद्धि को कंट्रोल करने के लिए कई बातों को हल्का करना पड़ता है. തൻ്റെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പല കാര്യങ്ങളെയും ലൂസായി വിടേണ്ടി വരും. സബീ സി ഹൽക്കി ക്യാ ചീസ് ഹോത്തി ഹെ? ഏറ്റവും ലൈറ്റായിട്ടുള്ള വസ്തു ഏതാണ്? ആത്മാവാണ് ഏറ്റവും ലൈറ്റായിട്ടുള്ള. तो अब अपने को कंट्रोल करना हो तो अपने को बिल्कुल हल्का बिंदु रूप में स्थित करना. അപ്പോൾ സ്വയം തന്നെ നിയന്ത്രിക്കണമെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ബിന്ദു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. कंट्रोल करने लिए फुल स्टॉप करना होता है. നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. അപ്പം ബാബ നമുക്ക് ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വഴി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഏതുപോലെ ഒരു പട്ടം പറപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് നമ്മൾ അയച്ചു വിട്ടതിന് ശേഷം മാത്രമേ അതിനെ ടൈറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ബാബ ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും ലൈറ്റായിട്ടുള്ളത് എന്താണ്? ഉത്തരം ആത്മാവെന്നുള്ളതാണ്. വളരെ ലൈറ്റാണ് ആത്മാവ്. അപ്പോൾ കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആത്മസ്ഥിതിയിൽ ഞാൻ ലൈറ്റാണെന്നുള്ള ഓർമ്മയിൽ സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥിതിയെ ഉയർത്തുന്നതിനുള്ള വഴി. ഫുൾ സ്റ്റോപ്പ് ഇടുക, കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ. तो आप भी बिंदी लगा दो. बाबा നിങ്ങളും ആ ഫുൾ സ്റ്റോപ്പ് ഇടും. जो बीत चुका उसको बिल्कुल भूल जाओ. എന്ത് കഴിഞ്ഞു പോയോ അതിനെ പൂർണ്ണമായിട്ടും മറക്കൂ. देखा किया लेकिन फिर एकदम उसको समाप्त कर दो. അത് കണ്ടു ചെയ്തു എന്നാൽ അത് പൂർണ്ണമായിട്ടും ഫുൾ സ്റ്റോപ്പ് ഇടും, സമാപ്തമാക്കും. समाप्त करना अर्थात बिंदी फुल स्टॉप करना. समाप्तमाക്കുക എന്ന് പറഞ്ഞ അർത്ഥം ബിന്ദു ഇടുക, ഫുൾ സ്റ്റോപ്പ്. कोमा लगाने आता है या क्वेश्चन करने भी आता है. अजब की निशानी भी लगाने आती है लेकिन फुल स्टॉप लगाना नहीं आता है. അപ്പം ബാബ പറയുകയാണ്, കോമയിടാനും കുട്ടികൾക്കറിയാം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനും നന്നായിട്ടറിയാം, അത്ഭുതചിഹ്നം ഇടാനും അറിയാം, എന്നാൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ മാത്രം അറിയില്ല. അപ്പം ഏതിലൂടെയാണോ നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്നത്, ഏതിലൂടെയാണ് നമ്മുടെ സമയം ലാഭിക്കുന്നത്,
ആത്മാവിന് ശക്തി ഉണ്ടാകുന്നത്. അക്കാര്യം ചെയ്യാൻ നമുക്കറിയില്ല എന്ന് ബാബ പറയുകയാണ്. കാഗസ് പർ നിഷാനിയ ലഗാനാ തോ സഹജ് ഹെ. പേപ്പറിൽ അടയാളങ്ങളിടാൻ വളരെ ഈസിയാണ്. ലേക്കിൻ അപ്പനെ കർമ്മോं के ऊपर यह निशानियाँ लगाना इसमें मुश्किल क्यों? തൻ്റെ കർമ്മങ്ങളുടെ മേൽ ഈ അടയാളങ്ങളിടാൻ എന്താണ് ഇത്ര പ്രയാസം? കാഗസ് പർ നിഷാനിയ ലഗാത്തേ ഹോ ന. പേപ്പറിൽ അടയാളങ്ങൾ ഇടുന്നുണ്ടല്ലോ. അത് ബാബ ഉദ്ദേശിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് നമ്മൾ നന്നായിട്ട് പേപ്പറിൽ ഇടാറുണ്ട്. ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഫുൾ സ്റ്റോപ്പ് ഇടും. അതിന് നമുക്കൊരു കഷ്ടമായിട്ട് തോന്നാറില്ല. അതേപോലെ കോമ ഇടാനായിരുന്നാലും നമ്മൾ ഈസി ആയിട്ട് ഇടാറുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കാണെങ്കിലും ശരി തന്നെ നമ്മൾ പേപ്പറിൽ ഈസി ആയിട്ടിടും. അതേപോലെ അത്ഭുത ചിഹ്നം ഇടാനാണെങ്കിലും ശരി തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഇടാറുണ്ട്. പക്ഷേ നമ്മുടെ കർമ്മത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കഴിഞ്ഞതായി കാണുന്നതിനുള്ള ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇത്ര പ്രയാസം എന്ന് ബാബ ചോദിക്കുകയാണ്. और जो निशानी जहाँ लगानी है वहाँ ही लगती है, इसको कहा जाता है प्रवीण. പിന്നെ അടയാളം എവിടെയാണോ ഇടേണ്ടത് അവിടെ തന്നെയാണ് ഇടുന്നത്. ഇതിനെയാണ് സമർത്ഥരെന്ന് പറയുന്നത്. अगर कोमा के बदले कोई फुल स्टॉप लिख दे तो प्रवीण नहीं कहा जाएगा. കോമ ഇടുന്നതിന് പകരം ഫുൾ സ്റ്റോപ്പാണ് ഇടുന്നതെങ്കിൽ അവരെ സമർത്ഥരെന്ന് പറയുകയില്ല. जहाँ क्वेश्चन करना है वहाँ क्वेश्चन न करे तो भी प्रवीण नहीं कहेंगे. എവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണോ അവിടെ ക്വസ്റ്റ്യൻ ഇടാൻ കഴിഞ്ഞില്ല എങ്കിലും പ്രവീൺ അല്ലെങ്കിൽ സമർത്ഥരെന്ന് പറയുകയില്ല. यहाँ भी क्वेश्चन किस बात में, अजब किस बात में, फुल स्टॉप किस बात में देना है, यह पूरी पहचान न होने कारण प्रवीण नहीं बनते. ഇവിടെയും ക്വസ്റ്റ്യൻ ഏത് കാര്യത്തിലാണ്, അത്ഭുതമായിട്ടുള്ള ചിഹ്നം ഏത് കാര്യത്തിലാണ് ഇടേണ്ടത്, ഫുൾ സ്റ്റോപ്പ് ഏത് കാര്യത്തിലാണ് ഇടേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ തിരിച്ചറിവില്ലാത്തത് കാരണം സമർത്ഥരാകാൻ കഴിയുന്നില്ല. അബ് സമझ കൺട്രോൾ ക്യോ നഹീ കർ പാത്തെ. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ കഴിയാത്തത്? അപ്പോൾ നിയന്ത്രണ ശക്തിയുടെ അഭാവമാണ് നമുക്ക് വിജയം ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നതാണല്ലോ ബാബ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ബാബ പറയുന്നത് കുട്ടികൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുന്നില്ല. ഇപ്പോൾ പേപ്പറിലാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഈസിയാണ്. ക്വസ്റ്റ്യൻ മാർക്കും കോമയും അതുപോലെ അത്ഭുത ചിഹ്നമൊക്കെ ഈസിയായിട്ട് ഇടാറുണ്ട്. പക്ഷേ തൻ്റെ കർമ്മത്തിൻ്റെ മേൽ എന്തുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുന്നില്ല? അപ്പോൾ അതിനെക്കുറിച്ചാണ് ബാബ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. സാധാരണ തന്നെ സമർത്ഥനെന്ന് അവരെയാണ് പറയുന്നത്. ആരാണോ ക്വസ്റ്റ്യൻ ഇടേണ്ടടുത്ത് ക്വസ്റ്റ്യൻ ഇടുക, അതേപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് തന്നെ ഇടണം, എക്സ്ക്ലമേഷൻ ഇടേണ്ടടുത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് തന്നെ ഇടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരെ സമർത്ഥരെന്ന് പറയുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ ഇടാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ സമർത്ഥരെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെയും പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവ്, എവിടെ ഏത് ചിഹ്നമാണ് ഇടേണ്ടത്, അത് നമ്മുടെ ബുദ്ധിയിൽ വരാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും തോറ്റുപോവുകയാണ്. നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം വരുന്നില്ല എന്ന് ബാബ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ക്യോങ്കി ഉസ് സമയം ജ്ഞാൻ കാ പെട്രോൾ കം ഹോ ജാത്ത ഹൈ. ഇപ്പോൾ ബാബ വളരെ പ്രാസോപ്പിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. നമുക്ക് കൺട്രോളിംഗ് പവർ വരാത്തതിൻ്റെ കാരണം ആ സമയത്ത് ജ്ഞാനത്തിൻ്റെ പെട്രോൾ കുറയുകയാണ്. അഗർ ജ്ഞാൻ കാ പെട്രോൾ ഹേ തോ കൺട്രോൾ ഹേ. ജ്ഞാനത്തിൻ്റെ പെട്രോൾ ഉണ്ട് എങ്കിൽ കൺട്രോളിങ്ങും ഉണ്ട്. ഇസ്ലിയെ അപ്പനെ ബുദ്ധിരൂപി ടക്കീമേ പെട്രോൾ കോ ജമാ രഖോ. അപ്പം അതുകൊണ്ട് തൻ്റെ ബുദ്ധിയാകുന്ന ടക്കിയിൽ പെട്രോൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യൂ. അവർ എപ്പോഴും പെട്രോൾ നിറച്ച് വയ്ക്കൂ. അർത്ഥം ജ്ഞാനം നിറച്ച് വയ്ക്കൂ. ഓം ശാന്തി.